കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നു ഗുരുവായൂരപ്പന് ശുദ്ധി ആയിരുന്നു ഇന്നലെ വൈകുന്നേരം. ഇന്നിപ്പോൾ രാവിലെയായിട്ട് ശുദ്ധി ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഉച്ചപൂജയുടെ മുമ്പ് 25 കലശം, ഉച്ചപൂജ, കളഭാലങ്കാരം അതും ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. പൊന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. തടിച്ചുരുണ്ട് മിടുക്കനായിട്ടൊരുണ്ണി, മിടുമിടുക്കനായിട്ടൊരുണ്ണി. ആ കുഞ്ഞിക്കാലുമില്ലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിലൊരു ഓടക്കോഴിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പൊന്നുണ്ണി കാണുന്ന ശ്രീലകത്ത് നിൽക്കണം. നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. തടിച്ചുരുണ്ട് മിടുക്കനൊരു ഉണ്ണി. നല്ല കൗതുകമുണ്ട് കാണാൻ തന്നെ. തടിച്ചുരുണ്ട് നല്ല ഭംഗിയായിട്ടൊരു ഉണ്ണി കാണാൻ. ആ താമരപ്പൂ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ ആ ഓടക്കോഴിലും പിടിച്ചത്. എന്തൊരു കൗതുകം അറിയോ കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ശുദ്ധിച്ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ആ സന്തോഷത്തിൽ പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ്. ആ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ 3 തിരുമുടി മാലകളാണ്. വെളുത്ത 5-6 വട്ടം കൊണ്ട് തിരുമുടി മാല, പിന്നെ തെച്ചി തുളസി വെളുത്തപ്പൂ തിരുമുടി മാല, പിന്നെ തെച്ചിപ്പൂ ധാരാളമായിട്ട് ഇടയിൽ കുറച്ച് തുളസിയായിട്ട് അങ്ങനെ ഒരു തിരുമുടി മാല. 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഇതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ടുണ്ട മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഒന്ന് താമരയും തുളസിയായിട്ട് ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. മറ്റത് പിന്നെ എങ്ങനെ വെച്ചാൽ തെച്ചിയും തുളസിയായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളും 3 തിരുമുടി മാലകളാണ് പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ നിപ്പ് കാണാൻ. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. സന്തോഷവും കണ്ടാൽ അത്ര രസമായിട്ടാണ് ഉണ്ണിക്കണ്ണൻ്റെ നിപ്പട്ടോ. ശ്രീലകത്ത് ഭക്തന്മാരായി നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിരുന്നു ആ ഉണ്ണിക്കണ്ണനെ കാണാൻ. അത്ര കണ്ട് കൗതുകമുണ്ട് ഗുരുവായൂരപ്പ. അതുപോലെ ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. താമര മാത്രമായിട്ടുള്ളത് ഒന്ന്, പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ളത് ഒന്ന്, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത് 1, പിന്നെ വെളുത്ത പൂവ്, തെച്ചിപ്പൂവ്, തുളസിപ്പൂ അങ്ങനെ 1, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് 2 എണ്ണം. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമാവും. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നല്ല പുഞ്ചിരി തൂക്കിക്കൊണ്ട് നല്ല സന്തോഷത്തിൽ ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ. നല്ല പുഞ്ചിരിയാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഒറ്റക്കാറ്റിൻ്റെ വക്കത്തിരുളിലധികമായി മാമരം തിങ്ങി വിങ്ങും കുറ്റിക്കാട്ടിങ്കലന്തിക്കിടെ കിടിയുടെ നിനദം കേട്ടു പേടിച്ചു ഞെട്ടി. വീട്ടിൽ പോകാതെ നിൽക്കും കപട ശിശുവിനെ കൈപ്പിടിച്ചിമ്പമോടെ കൂട്ടിക്കൊണ്ടങ്ങ് പോകാൻ മിടയർ തൻ കന്യയെ കൈത്തൊഴുന്നേൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തടിച്ചുരുണ്ട് മെടുക്കനായിട്ടൊരു പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ അത്ര കണ്ട് കൗതുകമുണ്ട്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാൻ നമുക്ക്. ഭക്തി ഉണ്ടാക്കി തരണേ, നാമം ജപിക്കാൻ തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദം 2 മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക, പുഞ്ചിരി തൂക്കി അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത്. കയ്യിൽ താമരപ്പൂവും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് ആ മിടുക്കൻ ഉണ്ണിക്കണ്ണൻ്റെ ആ മുഖത്തൊക്കെ നോക്കി ഉറക്ക നാമം ജപിക്കാം. ആ രൂപം മനസ്സിലിങ്ങനെ വിചാരിച്ച് ആ ഉറക്ക നാമം ജപിക്കാം നമുക്ക്. അത്ര കണ്ട ആനന്ദമാണ് ആ രൂപം മനസ്സിൽ വിചാരിച്ചാൽ. ഞാൻ നല്ല സന്തോഷത്തിലാണ്. നിങ്ങളും ആ കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ച് നല്ല സന്തോഷത്തിലായിക്കോളൂ. ജപിക്കല്ലേ നാമം, തൃപ്പാദം മുറുകെ പിടിച്ച് ജപിക്കല്ലേ നാമം, ഉറക്ക ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.